ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അമേരിക്കൻ ചോപ്സിയാണ്. കൂടാതെ ഞാൻ അതിൻ്റെ കൂടെ ഫ്രൈഡ് റൈസ് കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കി നോക്കാം. അതിനു മുന്നേ ആദ്യമാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചോപ്സി ഉണ്ടാക്കാൻ ഞാനിവിടെ എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു 500 ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുള്ളത്. ഞാൻ കുക്കറിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് കുക്കറിൽ നമുക്ക് 2 വിസിലടുപ്പിക്കാം. വെന്ത ചിക്കൻ നമുക്കിനി ഒന്ന് കൈ കൊണ്ട് തന്നെ നന്നായി ഒന്ന് പിച്ചിക്കിറിയ ശേഷം മാറ്റി വെക്കാം. ശേഷം ഞാനൊരു കുറച്ചധികം മാഗി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ കുറേ ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ചധികം മാഗി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാഗി വേവിക്കാൻ ആവശ്യമായ വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടതിന് ശേഷം ഞാനതിലേക്ക് ആവശ്യത്തിന് ഉപ്പുകൂടി ചേർത്ത് ഒരു സ്പൂണോളം ഓയിലും ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് മാഗി എല്ലാം ഇട്ട് കൊടുക്കാം. ഒരു ഹാഫ് കുക്കേ ആകാൻ പാടുള്ളൂ. ഒരു 2 മിനിറ്റോളം ഞാൻ വേവിച്ചെടുക്കുന്നുള്ളൂ. ഇനി നമുക്കൊന്ന് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മാഗി ഞാനിവിടെ റണ്ണിങ് വാട്ടറിൽ കഴുകിയെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. നന്നായി നമുക്കൊന്ന് കഴുകി മാറ്റി വെക്കണം. ശേഷം നമുക്ക് ഈ മാഗിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത് ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ അത്രോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായി ഒന്ന് വരട്ടെ. നമ്മുടെ ഓയിലൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ശേഷം നമുക്കതിലേക്ക് കുറച്ചായിട്ട് മാഗി ചേർത്ത് വറുത്ത് മാറ്റി വെക്കാം. നല്ല ക്രിസ്പി ആയിട്ട് വേണം നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാൻ. നമുക്കൊന്ന് മറിച്ചിടാം. അത് നമുക്ക് തിരിച്ച് മറിച്ചിട്ട് ഞാനെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കൊന്ന് മാറ്റി വെക്കാം. അതുപോലെ എല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് ഇതുപോലെ മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാത്രത്തിൽ 2 സ്പൂണോളം കോൺഫ്ലവറും വെള്ളം ഒഴിച്ചൊന്ന് മാറ്റി വെക്കണം. കൂടാതെ വേറൊരു പാത്രത്തിൽ നമുക്ക് ഒരു 3-4 സ്പൂണോളം ടൊമാറ്റോ സോസ് എടുക്കാം. ഞാനിത് വീട്ടിലുണ്ടാക്കിയ ടൊമാറ്റോ സോസ് തന്നെയാണ്. ഇപ്പോൾ ഒരു 4 സ്പൂണോളം എടുക്കുന്നുണ്ട്. കൂടാതെ അതിലേക്ക് കുറച്ചധികം കെച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് മിക്സ് ചെയ്തതിന് ശേഷം ഞാനതിലേക്ക് 1 സ്പൂണോളം പഞ്ചസാര കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്കുള്ള വെജിറ്റബിൾസ് ഒക്കെ എടുക്കാം. കുറച്ച് സ്പ്രിംഗ് ഓണിയൻ, ഒരു ക്യാപ്സിക്കം, കുറച്ച് ബീൻസ്, കുറച്ച് മഷ്റൂം, 3 ക്യാരറ്റ്, പർപ്പിൾ ക്യാബേജും ഗ്രീൻ ക്യാബേജും ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇവ നമുക്കൊന്ന് കട്ട് ചെയ്യാം. സ്പ്രിംഗ് ഓണിയനും ക്യാബേജും കൂടാതെ 3 പച്ചമുളകും കുറച്ച് വെളുത്തുള്ളി കട്ട് ചെയ്തും എടുത്തിട്ടുണ്ട്. ശേഷമുള്ള വെജിറ്റബിൾസ് എല്ലാം ഞാൻ നീളത്തിൽ കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്കൊരു ചീനച്ചട്ടിയിലേക്ക് 2 സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വരുമ്പോഴേക്കും ഞാൻ അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത് ഹൈ ഫ്ലെയിമിലാണ്, അതുകൊണ്ട് തന്നെ വെജിറ്റബിൾസ് ഒന്നും അധികം ഇതായി പോരുത്. ശേഷം നമുക്ക് സവാള കട്ട് ചെയ്തോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു സവാളോളം നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം നമുക്ക് ഹൈ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഇനി നമുക്കതിലേക്ക് ബീൻസ് ചേർത്ത് കൊടുക്കാം. ബീൻസ് കൂടി ചേർത്തതിന് ശേഷം നന്നായി നമുക്കൊന്ന് ഇളക്കിയെടുക്കണം. ശേഷം അതുപോലെ ക്യാരറ്റും ചേർത്ത് കൊടുത്ത് അതും ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി അതിലേക്ക് മഷ്റൂം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഷ്റൂം ചേർത്തതിന് ശേഷം ഒന്നുകൂടി നമുക്കത് ഇളക്കിയെടുക്കണം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പുകൂടി ചേർത്തതിന് ശേഷം ഒന്നുകൂടെ ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് ക്യാപ്സിക്കവും പർപ്പിൾ ക്യാബേജും ഗ്രീൻ ക്യാബേജും എല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കാം. ശേഷം എല്ലാം കൂടി നന്നായി ഒന്നുകൂടി ഇളക്കിയെടുക്കാം. ഇനി നമുക്കതിലേക്ക് സോസ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ടൊമാറ്റോ സോസും കെച്ചപ്പും ചേർത്തിട്ടുള്ള സോസ് ഒഴിച്ചു കൊടുക്കാം. അതോടെ ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചിക്കൻ വേവിച്ചോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോട് ചേർത്തതിന് ശേഷം നന്നായി നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ശേഷം നമുക്കിതിലേക്ക് കോൺഫ്ലവർ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം ഞാനിതിലേക്ക് ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ അമേരിക്കൻ ചോപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോപ്സിയാണിത്. ഞാൻ ഇവിടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ നേരത്തെ വെള്ളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം ഉപ്പും ഓയിലും ഒഴിച്ചതിന് ശേഷം നമുക്കത് വേവിച്ചൂറ്റി മാറ്റി വെക്കുന്നുണ്ട്. ഫ്രൈഡ് റൈസിലേക്ക് ഞാനിവിടെ കുറച്ച് ക്യാബേജ് കട്ട് ചെയ്തും 2-3 പച്ചമുളകും കുറച്ച് ബീൻസും ഒരു ക്യാപ്സിക്കവും ഒരു ക്യാരറ്റും കുറച്ച് സ്പ്രിംഗ് ഓണിയനും കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് ചിക്കനും വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. അതിനോടൊരു പാനിലേക്ക് 2 സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഇതിലേക്ക് എല്ലാ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ബീൻസും ക്യാരറ്റും ക്യാപ്സിക്കം പച്ചമുളക് ക്യാബേജ് സ്പ്രിംഗ് ഓണിയൻ എല്ലാം ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വേണം ഇതെല്ലാം നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ. ശേഷം ഞാൻ അതിലേക്ക് 1 സ്പൂൺ സുറുക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്തതിന് ശേഷം ഒന്നുകൂടെ നമുക്ക് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്തതിന് ശേഷം ഒന്നുകൂടെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് പെപ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് കൂടി ചേർത്തതിന് ശേഷം ഒന്നുകൂടെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മാഗി കൈയോടെ നന്നായി പൊടിച്ചതിന് ശേഷം അതിലേക്ക് നമ്മുടെ ചോപ്സി ഒഴിച്ചു കൊടുക്കാം. അത് നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അമേരിക്കൻ ചോപ്സി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന റെസിപ്പിയാണ്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇതൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.